കുടുംബങ്ങളിൽ തലമുറയിൽ പകരപ്പെടും. കർത്താവിനെ സൂക്ഷിക്കുന്ന ദിവസങ്ങളാണല്ലോ. ആമേ രാവിലെ വായിച്ചത് ഇതിലേക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകും. കുടുംബങ്ങളിൽ തലമുറയിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുന്ന ദിവസങ്ങളാണ്. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നില്ല. അവിടെ അഗ്നിസകലത്തിനായി സ്തോത്രം. ആമേ രാവിലെ നമുക്ക് ദൈവദിനം നൽകുന്ന കത്തുദാസൻ പാസ്റ്റർ സാം ജി ജോൺ വെൺമണി അനുഗ്രഹിക്കപ്പെട്ട കത്തുദാസനെ സ്വാഗതം ചെയ്യുന്നു. കത്തുദാസൻ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭ മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. സ്കറിയ പാസ്റ്റർ മാവേലിക്കലുള്ള കാലത്ത് ഒരുമിച്ച് അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിപ്പാർക്കിടയാക്കി. അനുഗ്രഹ കത്തുദാസൻ അദ്ദേഹത്തിന്റെ പിതാവ് ജോസാറ് വെൺമണി ദീർഘവർഷങ്ങൾ ബൈബിൾ ട്രെയിനിങ് സെന്റർ നടത്തുകയും IPC വളരെ അനുഗ്രഹമായിരുന്നു. നമ്മുടെ മിനിസ്ട്രിയുമായിട്ട് വളരെ ആത്മബന്ധമുള്ള കത്തുദാസനായ പിതാവ് ജോൺ സാറിനെ ഓർക്കുന്നു. അദ്ദേഹത്തെ വിശ്രമിക്കുന്നു. പ്രിയ മകനെ കർത്താശക്തം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നില്ല. കത്തുദാസൻ രാവിലെ യോജിച്ചപ്പോൾ നന്ദിയുണ്ട്. രാവിലെ തുടർന്ന് ദൈവനെ സൂക്ഷിക്കായി കത്തുദാസനെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സാം ജി ജോൺ. എന്റെ വോയിസ് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമായിട്ടുള്ള നാമം ഈ അതിരാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ യേശുവിന്റെ സാക്ഷ്യവും കർത്താവിന്റെ വചനവും നിമിത്തം നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ സർവകൃപാലുവായിട്ടുള്ള കർത്താവ് സഹായിക്കുന്ന എല്ലാ നല്ല മുഖാന്തരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയ വർഗീസ് ബി പാസ്റ്റർ നേതൃത്വം കൊടുക്കുന്ന DPM-ന്റെ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും ഉത്തരോത്തരം ഓരോ ദിവസങ്ങളും അത് വർദ്ധിച്ചു വരാൻ തക്കവണ്ണം കഴിയത്തക്ക രീതിയിൽ ഈ പ്രവർത്തനങ്ങളെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ ദാസനാണ്. ദൈവം തനിക്ക് കൊടുത്തിരിക്കുന്ന ഈ നിയോഗത്താൽ സ്ഥാപിതമായിട്ടുള്ള ഈ പ്രസ്ഥാനം കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അനേക പ്രിയപ്പെട്ടവർക്ക് ഇത് ആശ്വാസമായി തീരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ എന്റെ നിത്യത്തിൽ വിശ്രമിക്കുന്ന എന്റെ പ്രിയ പപ്പ, പ്രിയ പിതാവിന്റെ അറിയാവുന്ന ഒട്ടനവധി പേര് ഈ റൂമിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ കടുക്കോയ്ക്കലെ ജോയിച്ചാണ് എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത ഒരു ആത്മാർത്ഥ സ്നേഹിതനായിരുന്നു. അതിന്ന് പകൽക്കാലം ഇന്ന് രാവിലെ സമയം ഓർക്കുന്നു. അതുപോലെയുള്ള സ്കറിയ പാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രിയ ദൈവദാസന്മാർ, പ്രിയ വർഗീസ് ബി പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഒരു 10-25 വർഷത്തിന് ആയിട്ട് പ്രിയ സ്കറിയ പാസ്റ്ററുമായിട്ടൊക്കെ ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ആ ബന്ധം ഇന്നും കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ DPM-ന്റെ പ്രാർത്ഥനയുടെ ഈ കൂടിവരവെന്ന് പറയുന്നത് എത്രയോ പേർക്ക്, 100 കണക്കിന് ആൾക്കാർക്ക് അനുഗ്രഹമാണ്. ഞാൻ ഇവിടെ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മീറ്റിംഗിൽ, ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ ഞാൻ പാസ്റ്റർ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഏകദേശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 78ഓളം പേർ ഈ രാവിലെ സമയം ഈ അതിരാവിലെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ അനേക വിഷയങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു ചെറിയ വിഷയം പോലും നമ്മുടെ തലമുറകളെ ഉൾപ്പെടെ ഒരു പ്രസ്ഥാനങ്ങളുടെ ഒക്കെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഈ പ്രസ്ഥാനത്തെ ദൈവം ഒരുക്കിയെടുക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു അന്ത്യകാല ശുശ്രൂഷയുടെ ഒരുക്കത്തിന് വേണ്ടി വീണ്ടും ഈ പ്രസ്ഥാനത്തെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളല്ലോ. ദൈവന്റെ ഹൃദയത്തിൽ തന്ന തിരുവചനത്തിന്റെ ചില ഭാഗങ്ങൾ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ചില ദൂതുകൾ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഇപ്പാൻ കൊണ്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് രൂപം പറഞ്ഞത്. മടുത്തു പോകരുത്. മടുപ്പ് വരിക എന്നത് മനുഷ്യ സഹജമാണ്. ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മടുപ്പ് വരാം. ഉദാഹരണത്തിന് നമുക്ക് ആദ്യമൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ആവശ്യമായിരിക്കും നമുക്ക് ഈ വാഹനം ഓടിക്കുന്നതിന്, കാർ ഓടിക്കുന്നതിന്. കുറെ കാലം കഴിയുമ്പോൾ നമുക്കത് മടുക്കാൻ സാധ്യതയുണ്ട്. ആത്മീയതയിലും പല കാര്യത്തിനും നമുക്ക് മടുപ്പ് വരാം. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. മടുപ്പ് വരാനുള്ള പല കാരണങ്ങളും ആത്മീയ ലോകത്തിൽ ഈ കാലഘട്ടങ്ങളിലുണ്ട്. മടുപ്പിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. എന്നാലും പറയുകയാണ്, മടുത്തു പോകരുത്. ഇന്ന് ഈ രാവിലെ സമയം നമ്മൾ മടുക്കാൻ സാധ്യതയുണ്ടായിരുന്ന
മൂന്നാല് പേരും അവർ മടുക്കാതിരുന്നതിനാൽ ഉണ്ടായിരുന്ന ചില ഗുണങ്ങളെ കുറിച്ചും ഒന്ന് ചിന്തിപ്പാൻ തക്കോണമാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് പറഞ്ഞൊരു ഉപമയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ദൈവത്തെ ഭയവും മനുഷ്യനെയും ശങ്കയും ഇല്ലാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ അടുക്കലേക്ക് അവിടെ ഒരു വിധവയുണ്ടായിരുന്നു. വിധവ ഒരിക്കൽ അടുക്കൽ വന്ന് പറയുകയാണ്, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. നമുക്കിവിടെ കാണാൻ കഴിയുന്ന കുറെ കാലത്തേക്ക് ആ മനുഷ്യൻ അനങ്ങിയില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെയും വന്ന്, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് പറയും. അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട്. അല്ലെങ്കിൽ അവൾ എന്റെ മുഖത്തടിക്കുമെന്ന് പറഞ്ഞ് അവളെ സഹായിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? അവിടെ കാണുന്നത് വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്നാണ് കാണുന്നത്. മടുപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ പ്രിയ സ്ത്രീയുടെ മടുപ്പില്ലാതെ അവളെ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഒരു ദൈവഭയം ഇല്ലാത്തൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവസന്നിധിയിൽ രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുക മാത്രമല്ല, ആ രക്ഷിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് വേഗത്തിൽ നടത്തുമെന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ സമയം ഒരു നിയോഗത്തോടെ പറയാം, നമ്മുടെ ജീവിതത്തിന്റെ മേലുള്ള അകത്തെ പ്രാർത്ഥന മനുഷ്യനെ ഇല്ലാതാക്കാൻ പിശാച് ശ്രമിക്കുമ്പോൾ എത്ര നമ്മളെ മടുപ്പിക്കുന്ന വിഷയമുണ്ടെങ്കിലും ഈ രാവിലെ സമയം വിശ്വസിക്കുക, മടുത്തു പോകാതെ. ഒരുപക്ഷെ സാഹചര്യങ്ങൾ നമ്മളെ മടുപ്പിക്കുന്നുണ്ടായിരിക്കാം, ചില അന്തരീക്ഷങ്ങൾ, ഭവനത്തിന്റെ അന്തരീക്ഷങ്ങൾ നമ്മളെ മടുപ്പിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാവിലെ സമയം ആത്മാവിൽ ഞാൻ പറയാം, എത്ര മടുപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് ചില സമയങ്ങൾ കഴിഞ്ഞാലും ചില കാലങ്ങൾ കഴിഞ്ഞാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്ന വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമുയർത്തി ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. പ്രാർത്ഥനയ്ക്ക് കാലങ്ങൾ കഴിഞ്ഞാലും ഒരു ശേഷിപ്പുണ്ട്, ഒരു റംനന്റ് ഉണ്ട്. അതാർക്കും തടയാൻ തക്കവണ്ണം കഴിയത്തില്ല. ആ ദൈവത്തിന്റെ പ്രവൃത്തി ഈ രാവിലെ സമയം ഈ സൂമിൽ കൂടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. മറ്റെന്തെല്ലാം നമ്മളെ മടുപ്പിക്കുന്ന വിഷയമുണ്ടായാലും പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ ഇന്ന് നിങ്ങൾ ജാഗരിക്കുന്നുണ്ടെങ്കിൽ, നിലവിളിക്കുന്നുണ്ടെങ്കിൽ, ഓരോന്നും നിങ്ങൾ വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ ഒരു ശേഷിപ്പ് നിശ്ചയമായിട്ടും നിങ്ങളുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപേ ദൈവം ചില ക്രിയകൾ ചെയ്യുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. ഒന്ന്, മത്തായി സുവിശേഷം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ഞാൻ ഇവിടെ വായിക്കുകയാണ്, സമയമില്ലാത്തത് കൊണ്ട്. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. നമുക്കറിയാം, യെരുശലേമിൽ നിന്ന് സീദോൻ യേശു അവിടെ യെരുശലേം വിട്ടിട്ട് സോർ സീദോൻ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് വന്നൊരു കനാന്യ സ്ത്രീ അവനോട് പറയുകയാണ്, ഒരുപാട് നേരമായിട്ട് കർത്താവിന്റെ പുറകെ നടന്ന് പറയും, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആ സ്ത്രീയുടെ ഉദ്ദേശം എന്ന് പറയും, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾ ഭൂതോദ്രവം ബാധിച്ച് അവളുടെ രോഗം കഠിനമായിരിക്കും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. 23-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. എന്നാൽ അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. കുറെ സമയങ്ങളായിട്ട് ഈ കനാന്യ സ്ത്രീ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ മൗനത ഒരുപക്ഷെ സ്ത്രീയെ മടുപ്പിക്കാൻ തക്കവണ്ണ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ കനാന്യ സ്ത്രീയാണ്. യേശു പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്, അവളെ പറഞ്ഞയക്കണമേ. അവൾ നമ്മുടെ പിന്നാലെ വന്ന് കൂടെ നടക്കുന്ന ശിഷ്യന്മാർ വീണ്ടും യേശുവിനോട് പറഞ്ഞപ്പോൾ അവളെ പറഞ്ഞയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ പറഞ്ഞത്, ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല ഉത്തരം പറഞ്ഞു. എന്നിട്ടും ആ സ്ത്രീ യേശു
യേശുവിന്റെ പുറകെ നടക്കുകയാണ്. കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത്. കർത്താവിന്റെ മൗനത പോലും നമ്മളെ മടുപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ വളരെ പ്രതീക്ഷയോടുകൂടെ വളരെ ആഗ്രഹത്തോടുകൂടെ തന്റെ മകളുടെ നാളുകളായി അല്ലെങ്കിൽ ജന്മം മുതൽ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂതോദ്രവം മാറുവാൻ തക്കവണ്ണം വളരെ പ്രതീക്ഷയോടുകൂടെയാണ് യേശു കർത്താവിന്റെ അടുക്കലേക്ക് വന്നത്. ഇവിടെ നോക്കുക, ആ കർത്താവിന്റെ മൗനത മടുപ്പിച്ചിട്ട് പോലും വീണ്ടും സ്ത്രീ ആഗ്രഹത്തോടുകൂടെ അവന്റെ അടുക്കൽ വന്ന് അവനെ കാൽക്കൽ വീണ് അവനെ നമസ്കരിച്ചു എന്നാണ് കാണുവാൻ കഴിയുന്നത്. അവിടെ ഒന്നുകൂടെ ഉറപ്പിച്ച് യേശു കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. 26-ാമത്തെ വാക്യത്തിൽ കാണുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. ആ സ്ത്രീയുടെ അടുത്ത വാക്കാണ് യേശുവിന്റെ കണ്ണുകളെ തുറപ്പിച്ചത്. ഇപ്രകാരമാണ് പറയുന്നത്, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഉടനെ യേശുവിന്റെ മൗനത മാറിയിട്ട് യേശു അന്നേരം തന്നെ അവളുടെ വിശ്വാസം കണ്ടിട്ട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഞാനൊരു കാര്യം ഇന്ന് രാവിലെ സമയം ആത്മാവിൽ പറയാം. മനുഷ്യന്റെ മൗനത മാത്രമല്ല, കർത്താവിന്റെ മൗനതയും നമ്മളെ മടുപ്പിക്കാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. കർത്താവ് മൗനമായിരുന്നു എന്ന് പറഞ്ഞാലും അവനെ ഒന്ന് ഉണർത്താൻ കഴിഞ്ഞാൽ, കർത്താവെ നീ എന്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിൽ എനിക്ക് അടുത്ത ഒരു ലെവലിലേക്ക് കടക്കാൻ കഴിയത്തില്ല. ഒത്തിരി കർത്താവ് മനുഷ്യന്റെ മൗനത മാത്രമല്ല, കർത്താവിന്റെ മൗനതയും മടുപ്പിക്കാൻ സാധ്യത ഉണ്ടായിരുന്നപ്പോൾ കനാന്യ സ്ത്രീ വീണ്ടും ഉറക്കം നിലവിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞപ്പോൾ, അതേ കർത്താവ് നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ യേശു കർത്താവിന്റെ വാക്ക് പറയുകയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. ഇന്ന് പകൽക്കാലം പറയാം, കർത്താവിന്റെ മൗനത പോലും മടുപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം അതിനപ്പുറത്ത് വലുതായിട്ടൊന്ന് വരുന്നുണ്ടെങ്കിൽ കർത്താവിന് സഹായിക്കാതിരിക്കാൻ തക്കവണ്ണം കഴിയത്തില്ല. അടുത്ത വാക്യം പറയും, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ വാക്യത്തിന്റെ അവസാനം, ആ ഭാഗത്തിന്റെ അവസാനം കാണുന്നത്, നാളുകളായി ഭൂതോദ്രവം ബാധിച്ച് ഭവനത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതിരുന്ന അന്തരീക്ഷത്തിന് ഒറ്റ നിമിഷം കൊണ്ട് മാറ്റം വന്നു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം ഞാൻ പറയാം, ചില ഭവനത്തിനകത്ത് നാളുകളായി നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് പോലെ കർത്താവിന്റെ മൗനത പോലും തന്നെ മടുപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെ കവിയുന്ന ഒരു വിശ്വാസത്തിന്റെ വാക്കുകൾ ഇന്ന് രാവിലെ നീ പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ നാളത്തേക്ക് മാറ്റിവെക്കണ്ട ആ സൗഖ്യത്തിന്റെ കരം ഈ നാഴിക മുതൽ നിനക്ക് അനുഭവിക്കാൻ കഴിയത്തക്ക രീതിയിൽ, പാകമാകത്തക്ക രീതിയിൽ നീ ഇരിക്കുന്ന മുറിയിൽ ഇറങ്ങി വരുന്നു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമുയർത്തിയ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ മൗനത മടുപ്പിക്കാൻ സാധ്യത ഉണ്ടാകുമ്പോൾ അതിനപ്പുറത്ത് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവ് നിന്നെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ട് എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും എന്റെ തലമുറയിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നടത്താൻ കഴിയത്തില്ലെന്നുള്ള വിശ്വാസത്തോടുകൂടെ കർത്താവിനെ ഒന്ന് ഉണർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന് ചില ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ് പ്രിയ ദൈവമക്കളെ. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 18-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം, 18-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം, അവിടെ കണ്ടു, മുൻനടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. ഇവിടെ നമുക്കറിയാം, യെരിഹോവിന് അടുത്തപ്പോൾ ഒരു നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവനോട് അറിയിച്ചപ്പോൾ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത വാക്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, മുൻനടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. ഇന്ന് പകൽക്കാലം ഓർത്തോണം, മുൻനടക്കുന്നവർ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ മുന്നിൽ നടക്കുന്ന ശിഷ്യന്മാരായിരിക്കാം. ഈ 3.5 വർഷം ഈ സമാനതകളില്ലാത്ത പ്രശ്നങ്ങൾ കൂടെ ജനം കടന്നു പോയപ്പോഴും അവർക്ക് സൗഖ്യം കൊടുക്കുന്നതും വിടുതൽ കൊടുക്കുന്നതും നേരിട്ട് കണ്ട ശിഷ്യന്മാര് എന്ത് ചെയ്യുന്നറിയാം? മുൻനടക്കുന്ന ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? അവനെ ശാസിച്ചു എന്നാണ് കിടക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, മറ്റുള്ളവരുടെ എതിർപ്പുകൾ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ, ഒരു ദൈവിക വിടുതലിന് വേണ്ടി മുൻപോട്ട് പോകുമ്പോൾ നടക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാൻ കഴിയുന്ന ഒട്ടനവധി പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ ആത്മീയ ലോകത്തിലുണ്ട്, നമ്മുടെ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പലരും ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം പറയുകയാണ്, മറ്റുള്ളവരുടെ എതിർപ്പുകൾ നമ്മളെ മടുപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അവിടെ പറയുന്നു, അവനോട് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചപ്പോഴും അവിടെ കാണുന്നത്, അവനെ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ച് പ്രാർത്ഥിച്ചെന്നാണ് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ചുറ്റുപാടുകളുമുള്ളവർ നമ്മളെ ഒരുപക്ഷെ ഉയർത്തുമെന്ന് നമ്മൾ ആഗ്രഹിച്ച പലരും നമ്മളെ കണ്ടിട്ടും കാണാതെ പോയപ്പോൾ, മറ്റുള്ളവരുടെ എതിർപ്പുകൾ നമ്മളെ മടുപ്പിക്കാൻ സാധ്യതയുണ്ടാകുമ്പോഴും നീ അവളുടെ മുൻപിൽ കരയണ്ട. യേശുവിന്റെ മുൻപിൽ ഒന്നുകൂടെ നിലവിളിച്ച് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവിടെ എന്തൊക്കെ ആവശ്യമുണ്ടോ, ഏതൊക്കെ വിഷയത്തിന് മേൽ ഭാരപ്പെടുന്നുണ്ടോ, ആ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരങ്ങൾ നിനക്ക് വേണ്ടി ചലിക്കുമെന്നുള്ള കാര്യം ഈ രാവിലെ നീ മറന്നു പോകരുത്. എന്നാൽ കർത്താവിന്റെ മൗനത നമ്മളെ മടുപ്പിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ എതിർപ്പ് കാണുന്നവർ, മുൻപേ പോകുന്നവരൊക്കെ ശാസിച്ചു, ഇനി ഒന്നും നടക്കത്തില്ല, അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചപ്പോഴും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ കുറച്ചുകൂടെ ഉച്ചത്തിൽ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണേ എന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. അതിന്റെ ആൻസർ ഇവിടെ ലഭിക്കുകയാണ്. 42-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ കാഴ്ച പ്രാപിക്കുക. നോക്കിക്കോണേ, അത് 2 ദിവസം കഴിഞ്ഞിട്ട് കണ്ണിന്റെ കാഴ്ച കൊടുത്തെന്നല്ല പറഞ്ഞിരിക്കുന്നത്. 43-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ഇന്ന് പകൽക്കാലം ക്ഷണത്തിൽ ചില ദൈവപ്രവൃത്തികൾ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മടുപ്പ് കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഒരുപക്ഷെ കർത്താവ് പോലും ചില സമയത്ത് മടുക്കാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. എന്നാൽ കർത്താവിന്റെ മടുപ്പിനെ മാറ്റണം അല്ലെങ്കിൽ മാറ്റിമറിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ഏറ്റവും ഉച്ചത്തിൽ നിലവിളിച്ച ആ കുടനായിട്ടുള്ള ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ നാളേക്കെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ക്ഷണത്തിൽ അവന്റെ കാഴ്ച പ്രാപിച്ച് അവൻ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു എന്നാണ് കാണുന്നത്. ഇന്ന് രാവിലെ സമയം ഞാൻ പറയാം, ചില വിഷയത്തിന്റെ മടുപ്പുകൾ കൊണ്ട് ഭവനത്തിൽ നകത്തുനിന്നായിരിക്കാം, സഭയിൽ നിന്നുള്ള മടുപ്പായിരിക്കാം, അല്ലെങ്കിൽ പൊതുജനത്തിൽ നിന്നുള്ള മടുപ്പായിരിക്കാം. എവിടെയൊക്കെ മടുപ്പ് വന്നാലും അവരല്ല ദൈവം നിന്നെ ഉയർത്തുന്നത്. നീ നിലവിളിക്കാൻ ദൈവത്തിന്റെ മുൻപാകെ നീ കൂടുതൽ 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 പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എതിർപ്പുകൾ വർദ്ധിച്ചെന്നിരിക്കാം. ഈ ലോകത്തിലെ മറ്റാരെയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നോട്ടമില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരുവനെ മറ്റുള്ളവർ നോട്ടമിട്ടെന്ന് പറഞ്ഞാലും എതിർപ്പുകൾ വർദ്ധിക്കുമ്പോൾ നീ ചിന്തിച്ചോണം, ഒരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ദൈവം കരുതൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റുള്ളവർ എതിർപ്പുകൾ വർദ്ധിച്ചു കൊള്ളട്ടെ, മറ്റാരും നിന്റെ വിഷയത്തിന്റെ മേൽ അനങ്ങിയില്ലെങ്കിലും നീ പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ നിലവിളി വർദ്ധിപ്പിക്കുമ്പോൾ, നിന്റെ കരച്ചിൽ ഈ ദിവസങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ അതിനൊരു പ്രവൃത്തി ഉണ്ടെന്ന് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം കഴിയണം. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ പ്രിയ ദൈവമക്കളെ. യെശയ്യാപ്രവചനം 38-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 38-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായിട്ടുള്ള യെശയ്യാവ് തന്റെ അടുത്ത് വന്ന് ദൂത് പറയുകയാണ്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല. അപ്പൊ ദൂത് പ്രതികൂലമായിട്ട് ഒരുപക്ഷെ നമുക്ക് മടുക്കാൻ സാധ്യതയുണ്ട്. നമ്മളെക്കാളൊക്കെ എത്രയോ ഉന്നതനായിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ മുഖം ചുവരിന് നേരെ തിരിച്ച് പ്രാർത്ഥിക്കാൻ തക്കൊണ്ട് തുടങ്ങിയപ്പോൾ അവൻ ഓർപ്പിച്ചിട്ടുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു പ്രാർത്ഥിച്ചത് ഒരു കാര്യം ഓർപ്പിച്ച ഇപ്രകാരമാണ് പറഞ്ഞത്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. വേറെ ഒന്നും ഓർക്കണ്ട. ഞാൻ നിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിട്ടുള്ള ദൈവത്തിന്റെ ദാസനായിരുന്നു. ഏകാഗ്രഹൃദയത്തോടുകൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നു എന്ന് ദൈവത്തോടൊന്ന് ഓർപ്പിക്കാൻ ഹിസ്കിയാവിന് കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ മറ്റാരും പ്രസാദിച്ചില്ലെങ്കിലും ദൈവം പ്രസാദിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഒരുപക്ഷെ ദൂത് പ്രതികൂലമായി കടന്നു വന്നാലും നമ്മൾ മടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ദൂതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹിസ്കിയാവ് എത്രമാത്രം വിശ്വസ്തയോടുകൂടിയാണ്, പരമാർത്ഥതയോടുകൂടിയാണ്, ഏകാഗ്രഹൃദയത്തോടുകൂടിയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയുടെ മേൽ ദൂത് പ്രതികൂലമായിട്ട് വരുവാൻ തക്കവണ്ണം
കഴിയുമ്പോൾ മടുക്കാൻ തക്കോണ സാധ്യതയുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ബന്ധത്തെ വിലയിരുത്തുമ്പോൾ ദൈവത്തിന്റെ പക്കൽ നിന്നും മരിച്ചു പോകുന്ന ഒരു പ്രതീക്ഷ, ഒരിക്കലും ഒരു ദൂത്, ഒരിക്കലും ഹിസ്കിയാവ് എന്തെന്നറിയാമോ, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്നാൽ ആ ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് നിന്നതിന്റെ ഒറ്റ ഒരു കാരണം കൊണ്ട് പരമാർത്ഥമായി ജീവിച്ച ആ വ്യക്തിക്ക് വേണ്ടി ദൂത് അനുകൂലമായിട്ട് വരികയാണ്. ഹിസ്കിയാവ് മടുത്തില്ല. മടുക്കത്തക്ക ദൂത് പറഞ്ഞിട്ടും ഹിസ്കിയാവ് എന്തെന്നറിയാമോ, മടുത്തില്ല. അവിടെ കാണുന്ന മടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവത്തോട് പിറുപിറുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇല്ല, മടുത്തു പോകാതെ പിന്നെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൂത് മാറി വന്നു. മരിക്കയില്ല എന്ന് മാത്രമല്ല, അവിടെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസിനെ 15 സംവത്സരം കൂടെ നീട്ടും. ഇന്ന് പകൽക്കാൻ ഞാൻ പറയാം പ്രിയ ദൈവമക്കളെ, ചില ദൂത് കേൾക്കുമ്പോൾ, ദൂത് പ്രതികൂലമായി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തെ ഒരുപക്ഷെ മടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മളൊന്ന് ഓർപ്പിക്കണം, കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ വളരെ വിശ്വസ്തയോടും വളരെ പരമാർത്ഥതയോടും ഒന്നുമില്ലെങ്കിലും നിന്റെ സന്നിധിയിൽ ഞാൻ നടന്നത്, വിശ്വസ്തയോടെ നടന്നത്, നിനക്ക് പ്രസാദമായിരിക്കുന്നത് ചെയ്തത് ഓർക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം ആർക്കെങ്കിലും പറയാൻ തക്കോണം ഉണ്ടെന്നുണ്ടെങ്കിൽ, ലോകത്തിൽ ചെയ്ത കാര്യമല്ല ഞാൻ പറഞ്ഞത്, വിശ്വസ്തയോടെ നിന്നെ രക്ഷിച്ച, നിന്നെ വീണ്ടെടുത്ത കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തികൾ വീണ്ടും ദൂത് മാറി വരികയാണ്. അവിടെ പറയുകയാണ്, നീ മരിക്കുകയില്ല, നിന്റെ ആയുസ്സിനെ ഞാൻ 15 സംവത്സരങ്ങൾ കൂടെ കൂട്ടിത്തരുമെന്ന് ഹിസ്കിയാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ സമയം ചില പ്രതികൂലമായിട്ടുള്ള ദൂതുകൾ കടന്നു വരുമ്പോൾ നിന്റെ മനസ്സ് ഭാരപ്പെടേണ്ട. ദൈവസന്നിധിയിൽ കഴിഞ്ഞ കാലങ്ങൾ നീ ദൈവത്തിന് വേണ്ടി ചെയ്തത് ഓർത്ത് ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ തക്കോണം ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു വാക്യം കൂടെ വായിച്ചിട്ട് ദൈവസ്ഥലിൽ ഇരിപ്പാൻ തക്കോണം താല്പര്യപ്പെടുക. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര പരമാർത്ഥതയോടുകൂടിയാണ് ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോയിട്ടുള്ള അനുഗ്രഹിതനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു സക്കറിയാവ് എന്ന് പറയുന്നത്. അതിന്റെ 1-ന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്, അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. നോക്കിക്കോണേ, ഇവിടെ ശുശ്രൂഷയിൽ ഒരുപക്ഷെ നിന്ദിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നോക്കുക, എന്റെ ചിന്തയിൽ പറഞ്ഞാൽ അവർ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി അവർ നടക്കുന്നവരുമായിരുന്നു. എങ്കിലും എപ്പോഴും ഈ വയസ്സായ സമയത്തും എന്റെ ഒരു ചിന്തയിൽ പറഞ്ഞ 85-90 വയസ്സൊക്കെ ആയി കാണാൻ സാധ്യതയുണ്ട്. ആ സമയത്തും അവരുടെ ഹൃദയത്തിനകത്ത് ഒരു നിന്ദയുടെ അനുഭവം കിടക്കുകയാണ്. എന്നാൽ അവരൊരു തെറ്റും ചെയ്തിട്ടല്ല, അവരെ കുറിച്ച് പറയുകയാണ്, അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു, കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. ഒരു കാലത്ത് ദൈവിക പഴയ നിയമ കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും ഒന്ന് ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കഴിയാതിരുന്നപ്പോൾ കൂറിന്റെ ക്രമപ്രകാരം പൗരോഹിത്യ മര്യാദ പ്രകാരം നറുക്കു വീണ ആ ദിവസം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ധൂപം കാട്ടുവാൻ തക്കവണ്ണം നിന്നപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്ന് അവന്റെ വലത്തുഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് ഒരു ദൂത് പറയുകയാണ്. സക്കറിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് പരവശനായി ആ സമയത്ത് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നോക്കിക്കോണേ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനയുടെ പാക്കേജിനകത്ത് ലോകത്തിൽ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മറുപടിയുടെ ഫലമാണ് അവിടെ കാണുവാൻ തക്കോടെ കഴിയുന്നത്. നോക്കിക്കോണേ, ആ ജനിക്കുന്ന കുഞ്ഞ്, ആ എലിശബത്തിന്റെ ഉദരത്തിനകത്ത് ജനിക്കുന്ന കുഞ്ഞിന്റെ പേരാദ്യം പറയുകയാണ്, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ മറ്റുള്ളവരെ പോലെ അല്ല, അവൻ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാകും. ഏലിയാവിന്റെ ആത്മാവ് അവനോട് കൂടെ ഇരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം,
നമുക്കറിയാം, ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ നിന്ദകൾ അനുഭവിക്കുന്നവരുണ്ടാകാം. മനുഷ്യരുടെ ഇടയിൽ നിന്ദിക്കപ്പെട്ടാൽ പിന്നെ അല്ലെങ്കിൽ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കോണം ബുദ്ധിമുട്ടാണ്. നിന്നയും പരിഹാസവും ഒക്കെ ശുശ്രൂഷകരെയും ഒരുപക്ഷെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അശ്രദ്ധ കൊണ്ടും നമ്മുടെ അവസ്ഥകൾ കൊണ്ടും അനുസരണക്കേട് കൊണ്ടും ഒക്കെ അവിശ്വാസം കൊണ്ടും ഒക്കെ നിന്നയുണ്ടാക്കാം. എന്നാൽ അത് പലരെയും മടുപ്പിച്ചു. ഇത്രയും കാലം ഞങ്ങൾ ദൈവത്തെ സേവിച്ചിട്ട് ആളുകളുടെ മുൻപിൽ നിന്ദിക്കപ്പെട്ടല്ലോ എന്ന മടുപ്പ് ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ശുശ്രൂഷകനെ എന്നെ കേൾക്കുന്ന ആരെയും എങ്കിലും ഒക്കെ അല്ലെങ്കിൽ നീണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ നീണ്ടുപോകുമ്പോൾ നമ്മൾ മടുക്കാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഓർക്കുക, സെക്കറിയാവാകട്ടെ ഇത്രയൊക്കെ കടന്നു വന്നിട്ടും അവൻ ശുശ്രൂഷ നിർത്തിയില്ല, ശുശ്രൂഷ ഉഴപ്പിയില്ല, ശുശ്രൂഷയിൽ ഒരിക്കൽ പോലും മടുത്തുപോയില്ല. ആയതുകൊണ്ട് നിന്ന മാറ്റാനുള്ള മറുപടി ദൈവം കൊടുത്ത് അവ മടുക്കരുത്. ഇന്ന് രാവിലെ സമയം ഒരു നിയോഗത്തോടെ ഞാൻ പറയാം, എത്ര മടുപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഒരു ദൈവത്തിന്റെ പൈതലായി മടുക്കരുത്. ആകയാൽ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും മടുപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും മടുപ്പുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങൾ ഉണ്ടാകാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ മടുക്കരുത്. ഇന്ന് രാവിലെ സമയം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം പറ്റുമോ? ഒരുപക്ഷെ കർത്താവിന്റെ മൗനവും നമ്മളെ മടുപ്പിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മടുക്കരുത്. കനാന്യ സ്ത്രീ ഒരുപാട് നേരമായിട്ട് കർത്താവിന്റെ പുറകെ അവൾ നടന്നു. ചുറ്റുപാടുമുള്ളവർ മടുപ്പ് അവൾക്കുണ്ടായിരുന്നു. അനേക പ്രിയപ്പെട്ട വാക്കുകൾ ഉണ്ടായിരുന്നു, അവരെ മടുപ്പിച്ചു. കർത്താവിന്റെ വാക്ക് പോലും അവളെ മടുപ്പിച്ചു. എങ്കിലും കർത്താവിന്റെ പുറകെ നടന്ന് അവൾ പറയുകയാണ്, ആ മടുപ്പ് മാറ്റത്തക്കതിലുള്ള വിശ്വാസം അവളുടെ ഹൃദയത്തിനകത്ത് ഉടലെടുത്തു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, കർത്താവിൽ നിന്ന് ഒരുപക്ഷെ മടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ചില വാക്കുകൾ നമ്മളെ മടുപ്പിക്കാൻ സാധ്യതയുണ്ട്. ദൂത് പ്രതികൂലമാകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മടുക്കാൻ സാധ്യതയുണ്ട്. ശുശ്രൂഷയിലോ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ നിന്ദിക്കപ്പെട്ടാൽ, പരിഹാസിക്കപ്പെട്ടാൽ നമ്മൾ ഒരുപക്ഷെ മടുക്കാൻ തക്കമുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ ദൈവം മറന്നു കളയാൻ തക്കോണം അനീതിയുള്ളവനല്ല. നീ എത്രമാത്രം മടുപ്പ് ഈ ലോകത്തിൽ ഒരുപക്ഷെ ഇനിയായാലും നമ്മളെ മടുപ്പിക്കുന്ന ഒട്ടനവധി അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിങ്ങൾ മടുത്തു പോകരുത്, നിങ്ങൾ മടുത്തു പോകരുത്. എത്ര പേർക്ക് രാവിലെ സമയം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ തക്കോണം കഴിയും? നിങ്ങളെ മടുപ്പിക്കുന്ന ചില അവസ്ഥയിൽ കൂടെ ഈ രാവിലെ സമയം ദൂത് കേൾക്കുമ്പോൾ തന്നെ ഒട്ടനവധി അനുഭവങ്ങൾ, ഒരുപക്ഷെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, മടുപ്പുകൾ മുഖാന്തരം മുൻപോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ തക്കവണ്ണം കഴിയാതെ ഇരിക്കുന്ന, അത് ശുശ്രൂഷയിലാകട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, കുടുംബജീവിതത്തിന്റെ തകർച്ച കാണാൻ നോക്കിയിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പകരപ്പെടുകയാണ്. നീ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് എന്റെ കുടുംബത്തിന് സംഭവിക്കുന്നു? അതല്ല, നിന്നെ മടുപ്പിക്കുന്ന ഒത്തിരി ദുഷ്ടശക്തിയുടെ വ്യാപാരങ്ങൾ ഈ ലോകത്തിൽ പ്രബലപ്പെട്ട് നിൽക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് നിന്നെ മടുപ്പിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ കടന്നു വരുമ്പോഴും ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം ഒരു തീരുമാനമെടുക്കുക, ഞാൻ മടുക്കുകയില്ല. ജീവനോടെ ഇരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ കാണിക്കാൻ ചില തലമുറകളെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ രാവിലെ സമയം ഒരു ദൂത് പോലെ ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനയിൽ നിന്നെ മടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി ഈ ദുഷ്ടന്റെ ശക്തികൾ ഈ ലോകത്തിൽ പ്രബലപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാവിലെ സമയം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഒരു റംനന്റ് ദൈവം വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ചില ശേഷിപ്പുകൾ ദൈവം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സെക്കറിയാവിന്റെ നിന്നയം മാറ്റിയതുപോലെ ഒരു പാക്കേജായി ഒരു നിന്റെ നാളുകളായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ അനേക കെട്ടുകൾ അടങ്ങുന്ന ഒരു പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമെന്ന് വിശ്വസിച്ച് അടിച്ചു ആ ദൂത് ഏറ്റെടുത്ത് എനിക്ക് നന്നായിട്ട് അറിയാം, ഈ ദൂത് ചില വ്യക്തികളുടെ മേൽ, ചില റൂമിനകത്ത് ഇറങ്ങി രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന നിരാശകൾ കൊണ്ട് രോഗങ്ങൾ വന്ന് ഇനി എനിക്കൊരു ആയുസ്സില്ല, എന്റെ ആയുസ് ദീർഘമാക്കി ലഭിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളെ നോക്കി ഈ രാവിലെ സമയം ഞാൻ പറയുകയാണ്, മടുത്തു പോകരുത്. നിന്റെ പ്രാർത്ഥന നിർത്തണ്ട. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി ദൈവം വെച്ചിട്ടുണ്ട്. ഈ
ഇന്ന് രാവിലെ സമയം ആ ദൈവ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് പോലും ചില രാജ്യങ്ങൾ പോലും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് മനസ്സിലാക്കി നിന്നയുടെ ചില വഴികളെ ദൈവം എടുത്തു മാറ്റി ചില മാന്യതയുടെ വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് മടുപ്പ് വരിക മനുഷ്യ സഹജമാണ്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മടുപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം മടുപ്പിക്കുന്ന പ്രശ്നങ്ങളെ ഒഴിച്ച് ദൈവത്തിന്റെ ചില ശേഷിപ്പുകൾ, ദൈവത്തിന്റെ ചില മറുപടികൾ ഹിസ്കിയാവിന് ലഭിച്ചതുപോലെ, കനാന്യ സ്ത്രീക്ക് ലഭിച്ചതുപോലെ, നിന്ദിക്കപ്പെട്ട ശുശ്രൂഷയിൽ പോലും നിന്ദിക്കപ്പെട്ട ആ സെക്കറിയാവിന് ലഭിച്ചതുപോലെ ഒരു പാക്കേജായി ആ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുമെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തക്കവണ്ണം കഴിയട്ടെ. ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരുപക്ഷെ കുടുംബത്തിനകത്തു നിന്നും സഭയിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ നമ്മളെ മടുപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്തിനേറെ പറയുന്നു, കർത്താവിന്റെ ചില സമയത്ത് മൗനമായിരിക്കുന്നത് പോലും നമ്മളെ മടുപ്പിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ എതിർപ്പ് നമ്മളെ മടുപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ദൂത് പ്രതികൂലമായ നമ്മളെ മടുപ്പിക്കാൻ സാധ്യതയുണ്ട്. ശുശ്രൂഷയിൽ നിന്ദിക്കപ്പെട്ടാൽ നമ്മൾ മടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയെല്ലാം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു റംനന്റ്, ദൈവം നമുക്ക് വേണ്ടി ഒരു ശേഷിപ്പ് ഒരുക്കുന്നുണ്ട്. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ ദൈവത്തിന്റെ വചനം ചില വ്യക്തികളുടെ മുമ്പിൽ ക്രിയ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നെ പ്രത്യേകിച്ച് ഈ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ച കർത്താവിൽ ബഹുമാന്യനായിട്ടുള്ള കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ലോകമെമ്പാട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ വർഗീസ് ബേബി പാസ്റ്ററെയും പ്രത്യേകിച്ച് പ്രിയ കടുക്കോയ്ക്കൽ ജോയിച്ചാനെ, പ്രിയ സ്കറിയ പാസ്റ്റർ ഉൾപ്പെടെയുള്ള ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും എല്ലാ ബഹുമാന്യരായിട്ടുള്ള മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ധരിക്കുന്ന കർത്താവ് നമ്മളെ ധന്യമായി അനുഗ്രഹിക്കുമാറാണ്.